1201 മേടമാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. 14/4/2026 മുതൽ 14/5/2026 വരെയുള്ള ഒരു മാസ കാലയളവിലെ ഫലങ്ങളാണ്. കർക്കിടക കൂറിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ് പ്രവചിക്കുന്നത്. പുണർദം നക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗവും പൂയം നക്ഷത്രവും ആയില്യം നക്ഷത്രവും ചേർന്നതാണ് കർക്കിടകക്കൂറ്. കർമ്മരംഗങ്ങൾ വിജയിക്കും. എന്ത് തൊഴിലായിരുന്നാലും എല്ലാം നല്ല വിജയിക്കുന്ന ഉദ്യോഗസ്ഥർക്കും മറ്റു തൊഴിൽ ചെയ്യുന്നവർക്കും വളരെയധികം വിജയം ലഭിക്കുന്ന ഒരു സമയമാണ്. കണ്ടുപിടുത്തങ്ങൾക്ക് അതിലൊക്കെ ഉള്ളവർക്കും വളരെയധികം വിജയം ലഭിക്കും. അതുപോലെ തന്നെ കലഹങ്ങളും വഴക്കുകളും മറ്റു പോരുകളെല്ലാം കുറഞ്ഞു കിട്ടും. അപമാനത്തിൽ നിന്നൊക്കെ കഷ്ടിച്ച് രക്ഷപ്പെടാം. ഏതെങ്കിലും തരത്തിലുള്ളൊരു മാനഹാനി ഉണ്ടാകാനിരുന്നത് അത് ഭാഗ്യം കൊണ്ട് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ സാധിക്കും. അതുപോലെ പാഴ് ചെലവുകൾ വന്നുകൊണ്ടിരുന്നത് നിയന്ത്രിക്കാൻ സാധിക്കും. ഒരു സാമ്പത്തിക തടസ്സങ്ങൾ, സമ്പത്ത് കിട്ടുന്നതിനുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. ഇപ്പം കോൺട്രാക്ടേഴ്സിനാണെങ്കിൽ ബില്ല് കിട്ടേണ്ട തടസ്സങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള പെൻഷൻ കിട്ടേണ്ട തടസ്സങ്ങളോ പെൻഷൻ ആനുകൂല്യങ്ങൾ കിട്ടേണ്ട തടസ്സങ്ങളോ അതെല്ലാം മാറിക്കിട്ടി സമ്പത്ത് ലഭിക്കുന്ന ഒരു സമയമാണ്. സർക്കാരിൽ നിന്നുള്ള ഉത്തരവുകൾ മാറ്റിവെക്കപ്പെടും. അതായത് നിങ്ങൾക്ക് എതിരെയുള്ള സർക്കാർ നടപടികളുണ്ടാകും. വല്ല ജപ്തിയോ അങ്ങനെയൊക്കെയുള്ള നടപടികൾ മാറ്റിവെക്കപ്പെടും. ആയുർഭീതി ഉണ്ടായിരുന്നത് മാറും. ഒരു ഭയം ഉണ്ടാകും, എനിക്ക് മരിച്ചുപോ എന്നൊക്കെയുള്ളൊരു ഭയം. അത് കൂടുതലും ഈ മുമ്പുള്ള ആനുകൂല്യങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള ആനുകൂല്യങ്ങൾ കിട്ടാത്തത് കൊണ്ടുള്ള ഒരു ഭയമായിരിക്കും. അതെല്ലാം മാറിക്കിട്ടും. അതുപോലെ തന്നെ ധാരാളം ധനം ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ അഗ്നിയിൽ നിന്നുള്ള ഒരു ഭയം മാറിക്കിട്ടും. അഗ്നിയിൽ നിന്നൊരു ഭയം മാറിക്കിട്ടും. എന്തോ ഗ്യാസൊക്കെ തുറന്നു വിട്ടിട്ടുള്ള മണം ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലൊരു തീപിടുത്തം ഉണ്ടായിരുന്നത് മാറിപ്പോവും. അതുപോലെ അപകടത്തിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെടാൻ സാധിക്കും. ശത്രുക്കളിൽ നിന്നുള്ള ശല്യം കുറയുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇഷ്ടകാര്യങ്ങളെല്ലാം ഒരുവിധം നടന്നു കിട്ടുന്ന ഒരു സമയമാണ്. എങ്കിലും പല വഴിക്കും കൂടി പണം വരുന്നത് വളരെ ശ്രദ്ധയോടെ അത് സമ്പാദിക്കണം. ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശം ഫലങ്ങളും പ്രതീക്ഷിക്കാം. വാതരോഗം വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. പിതൃജനങ്ങൾക്ക് രോഗങ്ങൾ വരാം. ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കോ അല്ലെങ്കിൽ അങ്ങനെ അപ്പൂപ്പന്മാർക്കോ അങ്ങനെയുള്ള പിതൃസമാനമായ ജനങ്ങൾക്ക് അവർക്ക് അസുഖം വരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ പൂജ ഉപാസനയൊക്കെ മുടക്കം വരുന്നതായിട്ടും കാണുന്നുണ്ട്. അതുപോലെ ചില പരാതികൾ വരാം. തീരുമാനങ്ങൾ എല്ലാം ഈ സമയം എടുക്കുന്നത് വളരെ ആലോചിച്ച് വേണം, ചിന്തിച്ച് അനുഭവ സമ്പത്തുള്ളവരുകൂടി വിശ്വാസ്യത ഉള്ളവരുകൂടി മാത്രം ആലോചിച്ച് അത് തീരുമാനം എടുക്കുക. വിദ്യാർത്ഥികൾക്ക് വിദ്യാ തടസ്സം വരാൻ സാധ്യതയുള്ളതിനാൽ വളരെയധികം ഈ കാലഘട്ടത്തിൽ വളരെയധികം ശ്രദ്ധിക്കുന്നത് വിദ്യാഭ്യാസം മുന്നോട്ട് പോകാൻ സഹായിക്കും. ഇനി ഈ കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെ വയസ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവചനങ്ങൾ പറയുന്നത്. ആദ്യം പുണർദം നക്ഷത്രക്കാരുടെയാണ്. 9 വയസ്സ് വരെയുള്ള പുണർദം നക്ഷത്രക്കാർക്ക് ഗുണകരമായ പലതും കുടുംബത്തിൽ നടക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. സാമ്പത്തികമായിട്ടും അല്ലാതെയൊക്കെ പല നേട്ടങ്ങൾ ഉണ്ടാകാം. ആരോഗ്യവും സമ്പത്തും ലഭിക്കുന്ന ഒരു സമയമാണ്. 9 വയസ്സ് മുതൽ 28 വയസ്സ് വരെ ഉള്ളവർക്ക് ആരും, ഇതിൽ എല്ലാവർക്കും അല്ല, ചില പുണർദം നക്ഷത്രക്കാർക്ക് ആരും സഹായിക്കാനില്ലാത്ത ഒരവസ്ഥ വരുന്നതിനും ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ സമയം കൂട്ടുകെട്ടുകൾ മോശമാണെങ്കിൽ പോലീസ് പരാതി, കോടതി നടപടികളൊക്കെ വരാനും ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് കൂട്ടുകെട്ടുകൾ വളരെ ശ്രദ്ധിക്കുക. സ്വദേശം വിട്ട് അച്ഛനും അമ്മ സഹിതം വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് പോയി താമസിക്കാനും ഒരു സാധ്യതയുണ്ട്. ഈ സമയം കൂട്ടുകെട്ടുകൾ മോശമാണ്. നടപടികളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വിദ്യാ തടസ്സം കാണുന്നുണ്ട്. തൊഴിൽ ലഭിച്ചാൽ തന്നെയും ആ തൊഴിൽ ഒരിക്കലും വേണ്ടാന്ന് വയ്ക്കരുത്. കാരണം പിന്നെ ഈ തൊഴിലിൽ ഇരുന്നു കൊണ്ട് വേണം വേറെ നല്ല തൊഴിലിന് ശ്രമിക്കാൻ. അങ്ങനെ നല്ല തൊഴിൽ കിട്ടിയതിന് ശേഷം ഇതിനെ വേണ്ടാന്ന് വയ്ക്കുന്നത് നല്ലതായിരിക്കും. അല്ലാണ്ട് ഈ തൊഴിലിൽ നിന്ന് ഇറങ്ങിയിട്ടൊരു പുതിയ തൊഴിൽ കണ്ടുപിടിക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ ബുദ്ധിമുട്ടാണ്. 28 വയസ്സ് മുതൽ 45 വയസ്സ് വരെ ഉള്ളവർക്ക് വിവാഹം നടക്കാം. അവർക്ക് ഇഷ്ടപ്പെട്ട ജോഡിയെ കണ്ടുപിടിച്ച് വിവാഹം നടക്കാം. അവർക്ക് സന്താനഭാഗ്യം ഉണ്ടാകുന്നു. ധന സമൃദ്ധി ധാരാളം ഉണ്ടാകുന്നു. ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടന്നു കിട്ടുന്നൊരു സമയമാണ്. ചില അല്ലറ ചില്ലറ രോഗങ്ങൾ വരുമെന്നതൊഴിച്ചാൽ വേറെ പ്രത്യേകിച്ചതൊന്നും ദോഷഫലങ്ങൾ കാണുന്നില്ല. 45 വയസ്സ് മുതൽ 52 വയസ്സ് വരെ ഉള്ളവർക്ക് പല പ്രകാരത്തിലും ദുഃഖങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. കൂടുതലും ധനനാശമാണ്. അതുകൊണ്ട് ധനം, നിങ്ങൾ ഒരു സ്ഥാപനം നടത്തുന്ന ആളാണെങ്കിൽ ആ ധനം കൈകാര്യം ചെയ്യുന്ന ആളിനെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. യാതൊരു തരത്തിലും ആ ധനം നഷ്ടപ്പെടാണ്ട് നിങ്ങൾ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്.
അതുപോലെ തന്നെ മറ്റുള്ള കമ്പനി നടത്തുന്ന കാര്യങ്ങളായിരുന്നാലും എല്ലാം സൂക്ഷിക്കണം. 52 വയസ്സ് മുതൽ 72 വയസ്സ് വരെയുള്ളവർക്ക് കുറച്ച് ഭയവും കുറച്ചെല്ലാം ഉണ്ടായിരുന്നത്, കുറച്ച് ദുഃഖങ്ങളൊക്കെ ഉണ്ടായിരുന്നത് മാറിക്കിട്ടുന്ന ഒരു നല്ലൊരു സമയമാണിത്. 52 വയസ്സ് മുതൽ 72 വയസ്സ് വരെ അവർക്ക് പൂർണ്ണമായ മനസ്സമാധാനം കിട്ടുന്നു. അതുപോലെ ശാരീരികമായിട്ടുള്ള സുഖം കിട്ടുന്നു. വാഹനങ്ങൾ വാങ്ങുന്നതിന് അവർക്ക് സാധിക്കുന്നു, വീട് വയ്ക്കുന്നതിന് സാധിക്കുന്നു. എല്ലാം ഒരു ഐശ്വര്യം നിറഞ്ഞ ഒരു സമയമാണിത്. 72 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് പല പ്രകാരത്തിലും ദുഃഖങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അത് ധനത്തിനൊക്കെ കുറച്ച് കുറവ് വരാം. എന്നാലും നല്ല സമ്പാദ്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബുദ്ധിമുട്ട് വരാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അടുത്ത പൂയം നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. 13 വയസ്സ് വരെയുള്ള പൂയം നക്ഷത്രക്കാർക്ക് സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് മാതാപിതാക്കൾ സഹിതം മാറി താമസിക്കുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. ചില രോഗങ്ങൾ വരാം. ചെയ്യാത്ത കാര്യത്തിന് പഴി കേൾക്കേണ്ടതായിട്ട് വരാം. പല രീതിയിലുള്ള ചൂഷണങ്ങൾക്ക് വിധേയമാകാം. തെറ്റായ പ്രവൃത്തികളിൽ അറിയാതെ ചെന്ന് ചാടാം. തെറ്റും ശരിയും അറിയാത്ത പ്രായത്തിൽ ചെന്ന് ചാടേണ്ട ഒരു സാധ്യതയുണ്ട്. അത് രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കാം. 13 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള അവർക്ക് ഇത്രനാൾ അനുഭവിച്ച കുറച്ച് ദുഃഖങ്ങൾ ഈ പൂയ നക്ഷത്രക്കാർക്ക് ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം പരിഹാരമാകുന്നു. നല്ല കാലം വരുന്നു. കുറേശ്ശെ തന്നെ പുരോഗതി ജീവിതത്തിൽ ഉണ്ടാകുന്നു. സംരക്ഷണം ലഭിക്കുന്നു. ബുദ്ധിപരമായി കാര്യങ്ങൾ ചിന്തിക്കാൻ കഴിവുണ്ടാകുന്നു. നല്ലതും ചീത്തയും തിരിച്ചറിയാൻ സാധിക്കുന്നു. അങ്ങനെ ഒരു തീരുമാനമെടുക്കേണ്ട കഴിവ് കൂടി ഈ സമയം ലഭിക്കുന്നു. ഒരു പക്വത, ആകപ്പാടൊരു പക്വത ലഭിക്കുന്ന ഒരു സമയവും കൂടിയാണ്. ഇവർക്ക് ഉയർന്ന നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നു. അത് കൂടാതെ തന്നെ ഇവർക്കൊരു ആശയമുണ്ട്. എവിടെ എത്തിച്ചേരണമെന്നുള്ളൊരു ആശയമുള്ളതിനാൽ ഇവർക്ക് ഉയർന്ന പദവിയിൽ എത്തിച്ചേരാൻ, അവർ എന്ത് കഠിനാധ്വാനം ചെയ്ത് അവിടെ എത്തിച്ചേരാൻ അവർക്ക് സാധിക്കുന്നു. 30 വയസ്സ് മുതൽ 37 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ ദമ്പതിമാർ തമ്മിൽ കുറച്ച് അകന്നിരിക്കുന്നതിനൊരു സാധ്യത കാണുന്നു. ചിലർക്ക് അവർ ജോലി സംബന്ധമായി ചിലപ്പോൾ അന്യനാടുകളിലായിരുന്നാൽ അങ്ങനെ ഒരു അകർച്ചയാകാം. അതല്ലെങ്കിൽ ചിലർ പിണങ്ങിപ്പോകുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ പിണങ്ങിപ്പോവുകയാണെങ്കിൽ ധനത്തിനൊക്കെ കുറച്ച് പ്രശ്നം വരുന്നതായിട്ട് കാണുന്നുണ്ട്. ചില അസുഖങ്ങളും വന്നേക്കാം. 37 വയസ്സ് മുതൽ 57 വയസ്സ് വരെയുള്ളവർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട വാഹനം സ്വന്തമാക്കാൻ സാധിക്കും. സമ്പത്തും മറ്റ് ഐശ്വര്യങ്ങളും ധാരാളം അവർക്ക് ലഭിക്കും. വീട്, അങ്ങനെ തോട്ടങ്ങളൊക്കെ വാങ്ങാൻ അവർക്ക് തീർച്ചയായിട്ടും സാധിക്കും. അവർക്ക് ദേശം അല്ലെങ്കിൽ പഞ്ചായത്ത് ലെവലോ താലൂക്ക് ലെവലോ ജില്ലാ ലെവലിലോ അല്ലെങ്കിൽ സംസ്ഥാനത്തൊക്കെ തന്നെ അവർക്ക് ഈ ഭരണാധികാരികളാകാൻ സാധിക്കും. ഒന്നീ ഒരു പൊതുജന പ്രവർത്തനമാണെങ്കിൽ അതിൻ്റെ ഒരു ഭരണാധികാരി ആകാനോ, അതല്ലെങ്കിൽ അങ്ങനെയൊക്കെ അവർക്ക് ഒരു ട്രസ്റ്റിൻ്റെ തലവനാകാനോ അങ്ങനെ എല്ലാം അവർക്ക് ഭാഗ്യമുള്ളൊരു സമയമാണ്. 57 വയസ്സ് മുതൽ 63 വയസ്സ് വരെയുള്ളവർക്ക് പല വിധത്തിലും ദുഃഖങ്ങളും മനപ്രയാസങ്ങളും ചില രോഗങ്ങളും ഉണ്ടാകേണ്ട ഒരു സമയമാണ്. ഈ സമയം അന്യദേശവാസവും കാണുന്നുണ്ട്. ചില അസൂയരാളുള്ള ആൾക്കാർ നിങ്ങളോട് അസൂയുള്ളതിനാൽ പല രീതിയിലും കള്ളപ്പരാതികൾ കൊടുക്കുകയും അങ്ങനെ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. എങ്കിലും പിന്നെ നിങ്ങൾക്ക് ഇതിലൊന്നും പങ്കില്ല എന്ന് കണ്ട് നിങ്ങൾക്ക് നിരുപാധികം നിങ്ങൾക്ക് സമാധാനം പ്രതീക്ഷിക്കാവുന്നതാണ്. ധനലാഭം പ്രതീക്ഷിക്കാം. 63 വയസ്സ് മുതൽ 73 വയസ്സ് വരെയുള്ളവർക്ക് ഈ സമയം ധാരാളം പണം ലഭിക്കുന്ന ഒരു സമയമാണ്. നിക്ഷേപ പദ്ധതികളെല്ലാം അവർക്ക് ഇപ്പോൾ പൂർത്തിയായി അതിൽ നിന്നുള്ള ലാഭവിഹിതങ്ങൾ ധാരാളം ലഭിക്കുന്ന ഒരു സമയമാണ്. ഭൂമി, വാഹനങ്ങളൊക്കെ ലഭിക്കാം. അങ്ങനെ കുറേ നേട്ടങ്ങൾ അവർക്ക് ലഭിക്കാം. അങ്ങനെ സന്തോഷകരമായ ഒരു ജീവിതം അവർക്ക് ലഭിക്കും. 73 വയസ്സ് അതായത് അവർക്ക് പല ചെറിയ ചെറിയ അസുഖങ്ങളുണ്ടാക്കി തന്നെയും വേറെ ബുദ്ധിമുട്ടുകളൊന്നും കാണുന്നില്ല. അടുത്ത ആയില്യ നക്ഷത്രക്കാർക്കുള്ളതാണ് പറയുന്നത്. 9 വയസ്സ് വരെയുള്ള ആയില്യ നക്ഷത്രക്കാർക്ക് ബന്ധുമിത്രാദികൾ ഒത്തുചേരാം. അവരെ വീട്ടിൽ ഒത്തുചേരാം. ഇവർക്ക് വേണ്ടുന്ന രീതിയിൽ എന്തെങ്കിലും സംരക്ഷണങ്ങളോ അല്ലെങ്കിൽ സഹായങ്ങളോ ലഭിക്കുന്നതിന് സാധ്യത കാണുന്നുണ്ട്. എല്ലാവർക്കുമല്ല, ചില ആയില്യ നക്ഷത്രക്കാർക്കാണ്. അവർക്ക് മനസ്സമാധാനം എല്ലാം ലഭിക്കും. 9 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള ആയില്യ നക്ഷത്രക്കാർക്ക് പല പ്രകാരത്തിലുമുള്ള ചില ചൂഷണങ്ങൾ നടക്കാം. ജീവിതത്തിൽ ദുഃഖങ്ങൾ ഉണ്ടാകാം. എങ്കിലും വിദ്യാഭ്യാസം മുടങ്ങാതെ നടക്കാം. സംഭവിക്കാൻ പാടില്ലാത്ത പലതും ചിലർക്ക് സംഭവിക്കാൻ സാധ്യത കാണുന്നുണ്ട്. 16 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക് എല്ലാ കാര്യങ്ങളും വിചാരിക്കുന്നത് പോലെ, മുൻകൂട്ടി തീരുമാനിച്ചതുപോലെ കൃത്യമായി നടന്നു കിട്ടാം. വിദ്യാഭ്യാസവും തൊഴിലും നല്ലതുപോലെ അവർക്ക് ഉണ്ടാകാൻ സാധിക്കും. അതുപോലെ പ്രതീക്ഷിച്ചതിലും ഉയർന്ന പദവിയിലുള്ള ജോലി അവർക്ക് ലഭിക്കാം. വേണ്ടപ്പെട്ട ആരെങ്കിലും മരണപ്പെടാനും ഈ കാലയളവിൽ ഒരു സാധ്യത കാണുന്നുണ്ട്. 36 വയസ്സ് മുതൽ 42 വയസ്സ് വരെയുള്ളവർക്ക് പല പ്രകാരത്തിലും ചില ദുഃഖങ്ങളുണ്ടാകാം. മാനസികമായും ശാരീരികമായും ചില പീഡകൾ ഏറ്റുവാങ്ങാം. വിദേശ നാട്ടിൽ വസിക്കാനും
അവിടെ താമസിക്കാനും സാധിക്കുന്നു. രോഗങ്ങളും ദുരിതങ്ങളും വരാനൊരു സാധ്യതയുണ്ട്. പല രീതിയിലും ഇതിൽ ചില ആയില്യ നക്ഷത്രക്കാർ ചില ചതിവിലും വഞ്ചനയിലും പെടാനുള്ള സാധ്യതയും കൂടി കാണുന്നുണ്ട്. 42 വയസ്സ് മുതൽ 52 വയസ്സ് വരെയുള്ളവർക്ക് ഇതുവരെ അനുഭവിച്ച എല്ലാ കഷ്ടപ്പാടുകളും, കുറച്ച് മനപ്രയാസങ്ങളുണ്ടായി, ചതിയിൽപ്പെട്ടിട്ടുണ്ട്, വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്, അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിട്ടുള്ളതെല്ലാം ഒരു പരിഹാരമുണ്ടാകുന്ന ഒരു സമയമാണ് 42 വയസ്സ് മുതൽ 52 വയസ്സ് വരെയുള്ളവർക്ക്. അവർക്ക് വളരെയധികം നല്ല ഫലങ്ങൾ ലഭിക്കും. ആഡംബരമായ ജീവിതം നയിക്കാൻ സാധിക്കും. പദവി, ഭൂസ്വത്ത് അവർക്കെല്ലാം ലഭിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ ചില രോഗങ്ങൾ മനസ്സിനെയും ശരീരത്തെയും ബുദ്ധിമുട്ടിക്കും. വലിയ രോഗങ്ങളല്ല, ചെറിയ രീതിയിലുള്ള രോഗങ്ങൾ. അവർക്ക് നല്ലൊരു സമയമാണത്. 52 വയസ്സ് മുതൽ 59 വയസ്സ് വരെയുള്ളവർക്ക് ശരീരത്തിൽ ഒരു അവയവത്തിന് ചില സർജറി വേണ്ടി വന്നതായിട്ട് കാണുന്നുണ്ട്. സർക്കാരിൽ നിന്ന് അതുപോലെ ചില നോട്ടീസുകൾ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട്. അത് നോട്ടീസിനുള്ള മറുപടി കൊടുത്ത് തൃപ്തികരമല്ലെങ്കിൽ കോടതി നടപടികൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. 59 വയസ്സ് മുതൽ 77 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് സംഭവിച്ച, അതായത് മുൻകാലങ്ങളിൽ ഉണ്ടാകുന്ന കൃത്യമായി ഗവൺമെൻറ് നോട്ടീസിനൊക്കെ മറുപടി കൊടുത്തില്ലെങ്കിൽ അവർ അത് ബുദ്ധിശൂന്യത ആയിപ്പോയോ എന്നൊരു ചിന്തയൊക്കെ വരും. അറിവില്ലായ്മ ഒരു പ്രശ്നമാകും. അങ്ങനെ അവർക്ക് അത് പശ്ചാത്തപിക്കേണ്ട ഒരു സാഹചര്യം വരാം. ജീവിതത്തിലെ സകലത്തിനോടും ഒരു വെറുപ്പും വൈരാഗ്യവും തോന്നുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ ഫലങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാണ്. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ പൂജപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വരുന്ന മേടമാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആയുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.